നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ദോശൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ. സാധാരണ ഉഴുന്ന് ദോശൻ്റെ മാവ് തന്നെയാണ്, പക്ഷേ അത് ഇത്തിരി കട്ടിയിലൊഴിച്ച് ഒനിയൻ കുറച്ച് മല്ലിയിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ദോശ. അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ഒനിയൻ ബൺദോശ എന്നാണ്. നല്ല വണ്ണത്തിലാണ് ഉണ്ടാവുക, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചുടുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും. നല്ല രസമാണ്, നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എപ്പോഴും ഒരേ ദോശ ചുടാതെ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ എങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കാൻ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിന് ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ച 4 ഗ്ലാസ് പച്ചരിയാണ്. അതിൻ്റെ കൂടെ 2 ഗ്ലാസ് ഉഴുന്നും നമ്മൾ അരക്കുമ്പോൾ ഒരു 2 ഗ്ലാസോളം ചോറും കൂടെ ചേർത്ത് കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് പതുക്കെ അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം നല്ലോണം ഒഴിച്ച് മാവ് ലൂസായി പോകരുത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പതുക്കെ അരച്ചെടുക്കുക. ഇത് ഒരു 3 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രം നിറയെ മാവുണ്ടായിരുന്നു. നല്ലോണം അരഞ്ഞോട്ടെ. അരി വേറെ, ഉഴുന്ന് വേറെയും ചോറ് വേറെ ഒന്നും അല്ല അരച്ചത്, എല്ലാം ഒരുമിച്ചാണ് പുതിർത്തത്. അരക്കുമ്പോൾ ചോറും കൂടെ ഇട്ട് അരച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ 3 സെറ്റും അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. 3 പ്രാവശ്യം മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്താണ്. നമ്മൾ ഇതുപോലെ കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ചധികം സമയമെടുത്ത് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ കൈവച്ച് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ മാവ് അടച്ച് വെക്കുകയാണ് ചെയ്യുക. രാത്രിയാണ് ഇതിപ്പോൾ അരച്ച് വെക്കുന്നത്. ഒരു ഉച്ചക്ക് പുതിർത്ത് വെച്ചാൽ നമുക്ക് രാത്രിയാകുമ്പോൾ അരക്കാം. 3-4 മണിക്കൂർ പുതിർന്നാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഉച്ചക്ക് പുതിർത്ത് വെച്ചതാണ്. ഇപ്പോൾ വൈകുന്നേരം അരച്ച് ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് കയ്യിൽ വെച്ച് ഇളക്കുമ്പോൾ അറിയാം. ഉണ്ടല്ലേ, നല്ല മാവ് നല്ല സോഫ്റ്റായി, നല്ല തിക്കായി, നല്ല പതഞ്ഞിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. നമുക്കിനി ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് പച്ചമുളകാണ്, നമ്മുടെ വീട്ടിലുള്ള കാന്താരി മുളകാണ്. എരിവ് കുറച്ച് കുറവാണ്, എന്നാലും നല്ല മണമാണ്. ഈ ഒരു കാന്താരി മുളക് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ നല്ല മണമാണ്. ഇതിൻ്റെ 3 തൈയാണുള്ളത്. അതിൽ നിറച്ച് മുളകുണ്ട്. അതുകൊണ്ടിപ്പോൾ മുളക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങൊന്നും വേണ്ട. കുറേ മുളകാകുമ്പോൾ ഞാൻ കുറച്ച് വിനാഗിരിയിൽ ഇട്ട് വെക്കും. അതും കഴിക്കാൻ നല്ല രസമാണ് ചോറിന്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് അന്നേരം പറിക്കുന്നതാണ്. ഇപ്പോൾ ചട്നിയിലിടാനുള്ളത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. അപ്പോൾ കറിവേപ്പിലയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പറിച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഒരു സ്മെല്ലുമാണ്. പിന്നെ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സാധാരണ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇഞ്ചിയും ചേർക്കാം. ഇഞ്ചി ചേർത്താലും നല്ല ഫ്ലേവറാണ്. ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലവണ്ണം അരച്ച് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. നമ്മളിത് കലക്കി വെള്ളം പോലെയുള്ള ചട്നിയാണ് ഉണ്ടാക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പതുക്കെ തിരിച്ച് നല്ലവണ്ണം അരച്ച് റെഡിയാക്കിയെടുക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല കറിവേപ്പിലേൻ്റെ ആ പച്ചമുളകിൻ്റെയൊക്കെ സ്മെല്ല് നല്ലോണം വരുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിടാതെയാണ് അരച്ചത്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവിടണം. കടുക് പൊട്ടിക്കാം. അപ്പോൾ അതിനൊരു ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഉണക്കമുളക്,
കടുക് പൊട്ടി വരുമ്പോഴേക്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഉണക്കമുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടെ ഈ ഒരു വറവ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ചട്നി നമ്മൾ ചൂടാക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള ചട്നിയാണ് ഇഷ്ടം. ഇടയ്ക്ക് ഇങ്ങനെ ആക്കി നോക്കുക. തേങ്ങ വെന്ത് കഴിയുമ്പോൾ വേറൊരു മണമാണ് വരിക. അപ്പോൾ നമ്മൾ ചട്നി റെഡിയായി. ഇനി നമ്മൾ ഒനിയൻ ദോശക്കുള്ള സാധനങ്ങൾ റെഡിയാക്കുകയാണ്. ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെല്ലുള്ളിയാണ്, അത് ചെറുതായി കൊത്തിയരിഞ്ഞ് ചെറുതായി കട്ട് ചെയ്തതാണ്. കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഒരുപാട് മല്ലിയില വേണമെന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി അധികം എടുത്താണ്. നിങ്ങൾക്ക് ഫ്ലേവർ മല്ലിയിലേൻ്റെ ഫ്ലേവർ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ദോശ മാവ് അതിൽ നിന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ, ഒരു നേരത്തേക്ക് ചൂടാനുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. എടുക്കുമ്പോൾ മാത്രം ഉപ്പിട്ടിട്ട് എടുക്കുന്നതായിരിക്കും നന്നാവുക. എല്ലാ മാവിലും മിക്സ് ചെയ്ത് വെക്കാതെ ആവശ്യത്തിന് എടുക്കുമ്പോൾ ആ സമയത്ത് ഉപ്പിട്ടിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക മാത്രം, അധികം പരത്തണ്ട. നമ്മളിതിൻ്റെ ദോശയാണ്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മളൊരു ഫ്ലേവറിന് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും മല്ലിയിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഉള്ളി മാത്രമാണെങ്കിൽ ഉള്ളി മാത്രം ഇടാം, മല്ലിയില ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ആ ഉള്ളീൻ്റെ ഒരു സ്മെല്ലാണ് ആ ഒരു ദോശേനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് അടി വേഗം കരിഞ്ഞു പോവും. സിം ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ വേവുകയും വേണമല്ലോ. അപ്പോൾ അതിൻ്റെ പാകത്തിൽ സിം ഫ്ലെയിമിൽ തന്നെ കുറച്ചധികം നേരം വെച്ച് ചുട്ടെടുക്കുക. നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഒഴിക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം സിമ്മിൽ ആക്കിയിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും ദോശ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ദോശയാണിത്. ചട്നിയും ഒരു തക്കാളി ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. നമ്മൾ തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തക്കാളി ചട്നീൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് പോയി കണ്ട് ഈ ദോശക്ക് ആ ഒരു ചട്നിയും കൂടെ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിത് മറിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ദോശയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കും ഇതേപോലെ തന്നെ ഉള്ളിയും ആ ഒരു മല്ലിയിലയും കുറച്ചൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക, നല്ല രസമാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ആക്കാം. അപ്പോൾ സിം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം നേരം ഉള്ളി വേവാൻ കാത്തു നിൽക്കുക. കുറച്ച് കട്ടിയിലുള്ള ദോശയാണ്, അപ്പോൾ ഉള്ളി വേവാതെ ആയി പോകരുത്. സിം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറച്ചധികം നേരം വേവിക്കുകയാണ് വേണ്ടത്. ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം അടി കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതൊരു 2 ദോശയെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല വണ്ണമുള്ള അതിന് ചട്നിയെല്ലാം കൂടി കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറയും. ഒരു ദോശ കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് നിറയും. കൂടിയ 2 എണ്ണം അത്രേ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ദോശയെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ടിട്ട് ആ ഉള്ളി അടിയിൽ കിടന്നൊന്ന് ദോശക്കല്ലിൽ നിന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുക. ഈ ഒരു ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ മേലെ ഇത്തിരി ഉള്ളി ഇട്ടാലോ ഇത്തിരി തക്കാളി ഇട്ടാലോ എന്നൊക്കെ തോന്നും. ഊത്തപ്പവും നമ്മൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുക. അതിനകത്ത് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളകും ഒക്കെ ചേർക്കാം നമുക്ക്. പക്ഷേ ഊത്തപ്പത്തിൻ്റെ മാവ് ഇത്തിരി ഈസ്റ്റും കൂടെ ഇടും, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മുടെ സ്പെഷ്യൽ ഒനിയൻ ബൺ ദോശയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഇതുപോലെ 3-4 ദോശ ഞാൻ ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 4 ദോശയും ചുട്ട് റെഡിയായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചട്നിയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ള കളറിലെ ചട്നിയും പിന്നെ നമ്മുടെ തക്കാളി ചട്നി നല്ല ടേസ്റ്റാണ്. തക്കാളിയും ഉള്ളിയും, കൂടുതൽ തക്കാളി ഇഞ്ചിയെല്ലാം കൂടി വഴറ്റി, ഉണക്കമുളകും എല്ലാം കൂടെ വഴറ്റിയിട്ടുണ്ടാക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ബൺ ദോശ ഒന്ന് മുറിച്ച് നോക്കിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, നല്ല വണ്ണം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒറ്റ ഒന്ന് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് നിറയും. അപ്പോൾ നമ്മുടെ ഒനിയൻ ബൺ ദോശ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.